നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. സൺറൈസേഴ്സ് ഹൈദരാബാദ് അനായാസം 229 റണ്ണിൻ്റെ വിജയലക്ഷ്യം പൂർത്തീകരിച്ചു. രാജസ്ഥാൻ റോയൽസ് ആദ്യം ബാറ്റ് ചെയ്ത് 20 ഓവറിൽ 228 റണ്ണാണ് 6 വിക്കറ്റ് നഷ്ടത്തിലെടുത്തത്. അവരുടെ വൈഭവ് സൂര്യവംശി ഉജ്ജ്വല സെഞ്ചുറി അടിച്ചു. 37 പന്തിൽ 103 റണ്ണാണ് അടിച്ചത്. ധ്രുവ് ജുറേൽ 35 പന്തിൽ 51 റൺ അടിച്ചു. അങ്ങനെ 228-ലെത്തി. പക്ഷേ 228 ഇത്തവണത്തെ IPL വലിയ സ്കോറല്ല. അത് ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒരിക്കൽ കൂടി ആ ഒരു സത്യം ഊട്ടി ഉറപ്പിച്ചു. 18.3 ഓവറിലാണ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 229 റണ്ണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് അടിച്ചത്. അതായത് 9 പന്ത് പിന്നെയും ബാക്കിയാണ്. 9 പന്തിൽ ഒരു 30 റണ്ണെങ്കിലും വേണമെങ്കിൽ അടിക്കാം. അപ്പോൾ വളരെ അനായാസം കളികൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആയാലും ഇപ്പോൾ ഇന്ന് നേരത്തെ പഞ്ചാബ് കിങ്സ് 11 ആയാലും പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ 74 റൺ അടിച്ചു. അവരുടെ ഓപ്പണർ അഭിഷേക് ശർമ്മ 57 റൺ അടിച്ചു. നിതീഷ് കുമാർ റെഡ്ഡി 36, എൻറിച്ച് ക്ലാസൻ 29. ഇങ്ങനെ തെറ്റില്ലാത്ത സംഭാവനകളൊക്കെ എല്ലാവരും നൽകി. അങ്ങനെ ജയിച്ചു. ജോഫ്ര ആർച്ചർ, രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ജോഫ്ര ആർച്ചർ നന്നായി ബോൾ ചെയ്തു. 2 വിക്കറ്റ് വീഴ്ത്തി. ഒപ്പം ബ്രിജേഷ് ശർമ്മയും ഒരു ഘട്ടത്തിൽ തുടരെ 2 വിക്കറ്റ് വീഴ്ത്തി സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. എന്തായാലും ബ്രിജേഷ് ശർമ്മയും നന്നായി പന്തെറിഞ്ഞു എന്ന് തന്നെ പറയണം. ഈ കളിക്ക് മുമ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോയിൻ്റ് പട്ടികയിൽ 4-ാമതും രാജസ്ഥാൻ റോയൽസ് 3-ാമതുമായിരുന്നു. കളി കഴിഞ്ഞതോടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ജയിച്ചതോടെ ഈ ഒരു സാഹചര്യം നേരെ തിരിച്ചായി. സൺറൈസേഴ്സ് ഹൈദരാബാദ് 3-ലേക്ക് കയറുകയും രാജസ്ഥാൻ റോയൽസ് പോയിൻ്റ് പട്ടികയിൽ 4-ാമതിലേക്ക് വീഴുകയും ചെയ്തു. ആ ഒരു മാറ്റം മാത്രമാണ് ഉണ്ടായത്. പക്ഷേ സൺറൈസേഴ്സ് ഹൈദരാബാദ് തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മൊമെൻ്റമുണ്ട്. രാജസ്ഥാൻ റോയൽസ് തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇതും പ്രധാനപ്പെട്ട കാര്യമാണ്. രാജസ്ഥാൻ റോയൽസ് ഈ സീസൺ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഒരു തുടർച്ചയായ വിജയത്തിലെത്തി നല്ല ഫോമിൽ കളിക്കുകയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് എവിടെയോ വെച്ച് അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെന്തായാലും അതുകൂടി തീർത്ത് കളി ജയിക്കുന്ന സാഹചര്യത്തിൽ എത്തിയില്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം സൺറൈസേഴ്സ് ഹൈദരാബാദ് തുടർച്ചയായി നല്ല കളിയാണ് കളിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ ഈ 2 ടീമുകളുടെയും ഭാവി ഈ 4-ൽ തന്നെ ഇവർ നിൽക്കുമോ എന്ന് നമുക്ക് അറിയാൻ കഴിയും.